ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ മഞ്ഞുമൽ ബോയ്സ് പതിവ് പോലെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് ആ സിനിമയുടെ 25ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 22-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കേരളം ഒഴികെയുള്ള സകല മേഖലകളിൽ നിന്നും റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ഒരു കാഴ്ചയാണല്ലോ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ നാം കണ്ടത്. കേരളത്തിൽ ഇതിനോടകം തന്നെ ഇന്നത്തെ കളക്ഷനോടെ 60 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേക്കാൾ വമ്പൻ കളക്ഷൻ വർധനയാണ് ഇന്ന് സംഭവിച്ചത്. ഇന്നലെ ഇതേ സമയം 64 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,12,00,000 അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 61 കോടി രൂപയ്ക്ക് മുകളിൽ മഞ്ഞുമൽ ബോയ്സ് കേരള കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സിന് ഏറ്റവും മികച്ച കളക്ഷൻ വരുന്ന ദിവസമായിട്ട് ഇന്ന് 4ാമത്തെ ഞായറാഴ്ച മാറുകയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ തമിഴ്നാട് കളക്ഷൻ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കടന്ന വിവരം നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതാണല്ലോ. ഇന്നത്തോടെ 52 കോടി രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ കിടക്കുന്ന സിനിമയ്ക്ക് കർണാടകത്തിൽ നിലവിൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 10,90,00,000 ഗ്രോസ് കളക്ഷൻ. അത് ഇന്നത്തോടെ 11 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുന്നതാണ്. 185 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ ഇന്നത്തോടെ അത് 190 കോടി കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 190-192 കോടി റേഞ്ചിലാണ് 25 ദിവസത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 20 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മറ്റൊരു ഞായറാഴ്ച കൂടി വമ്പൻ തരംഗമായിട്ട് തിയേറ്ററുകളിൽ ഓടുകയാണ്. ഇന്ന് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുഹ ഇളക്കിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് നിസ്സംശയം പറയാം. ചിദംബരം സംവിധാനം ചെയ്ത സിനിമ അങ്ങനെ 200 കോടിയിലേക്ക് നീങ്ങുകയാണ്. കാത്തിരിക്കൂ മഞ്ഞുമൽ ബോയ്സിന്റെ കൂടുതൽ ഇതുപോലുള്ള ഇനിയുള്ള ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.